പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന സന്ദേശവുമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന സന്ദേശമുയർത്തി ലോക പരിസ്ഥിതി ദിനം സമുചിതമായി ആചരിച്ചു. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഹരിത കേരളം മിഷൻ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ 2016 നമ്മുടെ രാജ്യത്ത് സമ്പൂർണമായ ഖരമാലിന്യ നിയന്ത്രണ നിയമം ചട്ടം രൂപീകരിച്ചു. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്, പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്, കെമിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്, ഹസാഡസ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഇതെല്ലാം രൂപീകരിച്ചു. ഇപ്പോൾ ഈ നിയമങ്ങളുടെ ലംഘനത്തിന് ₹1,00,000 വരെ നമുക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യാൻ കഴിയും. നോൺ ബെയിലബിൾ ഒഫൻസാണ്, ജാമ്യം കിട്ടിൽ അകത്ത് കടന്നേ പറ്റും. മാലിന്യം കടത്താൻ ഉപയോഗിക്കുന്ന വാഹനം നമുക്ക് കണ്ടുകെട്ടാം. അത്തരത്തിലുള്ള വലിയ നിയമങ്ങളും ചട്ടങ്ങളും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ടും ലോകത്തിന് വിവിധ കാര്യങ്ങൾ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, പ്രാദേശിക സർക്കാരുകളുടെ കാര്യത്തിൽ, പരിസ്ഥിതിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ വലിയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ സംരക്ഷണത്തിന് തുക ചെലവഴിക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്തിലാണ്. പ്ലാസ്റ്റിക്കിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെയും ഹരിത കേരള മിഷന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തുടർന്ന് നിത്യോപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് സഞ്ചിക്ക് പകരക്കാരനായ തുണി ഉപയോഗിച്ചുകൊണ്ടുള്ള ജൈവസഞ്ചിയുടെ സൗജന്യ വിതരണവും ആശുപത്രി അങ്കണത്തിൽ വൃക്ഷത്തൈ നടീലിന്റെ ഉദ്ഘാടനവും നടത്തി. വാർഡ് കൗൺസിലർ പ്രഭാ ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി DMO ഡോക്ടർ അനു വർഗീസ് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആശുപത്രിയിലെ ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനീഷ് നായർ, നഴ്സിംഗ് സൂപ്രണ്ട് K സുധ, ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് KVM കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി.